ഇസ്രായേലിന്റെ സൈനിക കമാൻഡർ ഗസയിൽ കൊല്ലപ്പെട്ടു. അതിരൂക്ഷമായിരിക്കുന്ന ആക്രമണമാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രശ്നം സങ്കീർണമായ അവസ്ഥയിൽ ആദ്യം തുടങ്ങിയിരിക്കുന്ന അതേ സാഹചര്യത്തിലേക്ക് ഗസയുടെ പല ഭാഗങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളതും കൂട്ടത്തോടു കൂടിയുള്ള മരണങ്ങളൊക്കെ ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ഘട്ടങ്ങളിലുള്ള ഈ സൈനികർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണവും മരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇസ്രായേലി ഗവൺമെൻറ് ഔദ്യോഗികപരമായി ചാനലുകൾക്കോ പത്രത്തിനോ നൽകാത്തത് കൊണ്ടാണ് വിവരങ്ങൾ അറിയാത്തത്. ഗസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനികർ വലിയ പ്രയാസത്തിലും വലിയ സങ്കടത്തിലുമാണ്. ഒന്നാം ഘട്ട വെടിനിർത്തൽ കഴിഞ്ഞു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുന്നതിന് മുമ്പാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ സൈന്യവും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനവും ഗസക്ക് നേരെ ആക്രമണം നടത്തിയത്. ആദ്യത്തെ ഒരാഴ്ചത്തെ ആക്രമണത്തോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീടാണ് തിരിച്ചടികൾ ഉണ്ടായത്. കരയുദ്ധം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ടാങ്കറുകളെല്ലാം ഗസയുടെ മേഖലകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ ഉണ്ടായി. അവിടെ തന്നെ മരണവും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സൈനികർ പിടിച്ചു നിൽക്കുമെന്നും ഈ മേഖല കീഴടക്കുമെന്നും ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് പല കുറി പറഞ്ഞിരുന്നു. അതൊന്നും സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള പ്രത്യാക്രമണമാണ് പാലസ്തീൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നും അതിനോടനുബന്ധിച്ചാണ് ഇസ്രായേലിലെ സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടത് എന്നതുമാണ് റിപ്പോർട്ട്.